ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? പ്രചോദനം പദ്ധതിയാണ്. മന്ദഹാസവും സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതിയാണ്. കൃത്രിമദന്തങ്ങൾ സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. പ്രതിഭാ പദ്ധതി എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവരുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത്. പരിണയം എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കല്യാണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ധനസഹായ പദ്ധതിയാണ്. വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായ പദ്ധതിയാണ്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ളവരുടെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടും, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ഇത് പരിണയം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവ നാലും എന്താണ്? സാമൂഹ്യ നീതി വകുപ്പിന്റെ വിവിധ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ. അടുത്തത് 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ക്യൂണിക്കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. അടുത്തത്, റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തണം. ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ന്യൂക്ലിയസ് കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ഷ്ലീഡൻ ആണ്. ഇനി വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ് ആദ്യമായിട്ട്? റുഡോൾഫ് വിർഷോയാണ്. ഓക്കെ, അടുത്തത്, പിനങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അപൂർവ ഇനം ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പനയാണ്. ഓക്കെ, ഇനി രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിനാണ്. ഏതൊക്കെയാണ് അതർ പ്രോട്ടീൻസ്? ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫിബ്രിനോജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? മീസിൽസ് ആണ്. മീസിൽസ് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്? ആർദ്രം പദ്ധതി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? കണരോഗം. ഭൂഗുരുത്വാകർഷണ ത്വരണം അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്, പോളാർ റീജിയൻസിലാണ്. ഇനി ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്തത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണെന്ത്? ശ്യാനബലം അഥവാ വിസ്കസ് ഫോഴ്സ്. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയാണ്. യൂണിഫോം സർക്കുലർ മോഷൻ, സമവർത്തുള ചലനം. ഓക്കെ, ഇനി ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആര്? അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ഇനി കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് നമ്മൾ കണ്ടെത്തണം. എന്തൊക്കെയാണെന്ന് നോക്കാം. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്തത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അടുത്തത്, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം. ഇനി അടുത്തത്, നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്ത ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? 7 ന്യൂട്രൽ. 7 ഇങ്ങോട്ട് പോയാൽ, അതായത് കുറഞ്ഞാൽ എന്തായിട്ട് മാറും? ആസിഡ് ആയിട്ട് മാറും. അതായത് ആസിഡ് ആണെങ്കിൽ pH 7ൽ നിന്നും കുറവായിരിക്കും. ഇനി pH 7ന്റെ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? ബേസ് ആയിരിക്കും. ഇത് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്താൽ മതി. നമ്മുടെ ആൽഫബറ്റ്സിൽ തന്നെ എന്താണ് തുടക്കം വരുന്നത്? എന്താണ്? A അല്ലേ? ആസിഡ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോന്നാൽ എന്താണ്? ആസിഡ് ആണ്. അങ്ങോട്ട് പോയാൽ എന്താണ്? ബേസ് ആണ്.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഇത് പലർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടൊരു ചോദ്യമാണ്. ഇത് ഉത്തരം ഡേവിഡ് ബേക്കർ ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. നോക്കൂ, നിങ്ങളിത് നോക്കൂ. നമ്മുടെ 2024 നൊബേൽ പ്രൈസ് കിട്ടിയ 3 ആൾക്കാരാണ് ആരൊക്കെ? ഡെമിസ് ഹസാബിസും ഡേവിഡ് ബേക്കറും ജോൺ ജമ്പറും. ഓക്കെ, ഇതിൽ ഈ ഡേവിഡ് ബേക്കറിനാണ് തുകയുടെ പകുതി ലഭിച്ചിരിക്കുന്നത്. ബാക്കി പകുതി ഇവർക്ക് രണ്ടുപേർക്കും കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കൊക്കെ? ഡെമിസ് ഹസാബിസിനും അതുപോലെ തന്നെ ജോൺ ജമ്പറിനും. മനസ്സിലായോ? ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ഹാസ് ഡിസൈഡഡ് ടു അവാർഡ് 2024 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി വിത്ത് 1/2 ടു ഡേവിഡ് ബേക്കർ. പകുതി ആർക്കാണ്? ഡേവിഡ് ബക്കറാണ്. ഫോർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആൻഡ് ദ അതർ ഹാഫ് ജോയിൻലി ടു ഡെമിസ് ഹസാബീസ് ആൻഡ് ജോൺ എം ജമ്പർ ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ PSC ചോദിച്ചത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം 19ാമത് ചോദ്യം. ഏതു സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേര് റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN ആണ് കേട്ടോ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയത്. അപ്പോൾ 2 പ്രസ്താവനയും ശരിയാണ്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരാണ്? വിഘ്നേഷ് പുത്തൂറാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. അങ്ങനെ ഒരു കൃതി അദ്ദേഹത്തിൻ്റെതായിട്ടില്ല. അപ്പോൾ 1 മാത്രമാണ് ശരി. A ശരിയാണ്, B ശരിയല്ല. ഓക്കെ, ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു വിലാപവുമുണ്ട്, വിശ്വരൂപവുമുണ്ട്. പക്ഷെ മലയാള വിലാസം എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു കൃതി രചിച്ചിട്ടുമില്ല. ഓക്കെ, ഒരു വിലാപം എന്ന് പറയുന്ന കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1908 ഈ കൃതി രചിക്കുമ്പോൾ അദ്ദേഹത്തിന് 19 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത് വിഗതകുമാരനല്ല, ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ് ഏത്? അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത ചിത്രമാണ് ഏത്? വിഗതകുമാരൻ എന്ന് പറയുന്നത്. ആദ്യ ശബ്ദചിത്രം ഏതാണ്? ബാലനാണ്. ബാലൻ പുറത്തിറങ്ങിയതെന്നാണ്? 1936. ശബ്ദചിത്രമായ ബാലൻ പുറത്തിറങ്ങിയത് 1936. നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയതെന്നാണ്? 1928. JC ഡാനിയലാണ് ഇത് നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും രചിച്ചതുമല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം. അപ്പം എന്താണ്? 2 പ്രസ്താവനകളും തെറ്റാണ്. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന്. നിശബ്ദ ചിത്രത്തിന് നമുക്ക് ശബ്ദം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 2 പ്രസ്താവനയും എന്താണ്? തെറ്റാണ്. പ്രസ്താവന Aയും Bയും ശരിയല്ല. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സിൽ ജൂൺ 21 നടന്ന കറണ്ട് അഫയേഴ്സിൽ മെയ് മാസത്തെ 1 മാസം മുമ്പേ ഉള്ള കറണ്ട് അഫയർ വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. ശരിയാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു ഇത് കേരള കേസരി എന്ന് പറയുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ പത്രം കേരള പത്രികയാണ്. അത് കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. A ശരിയും B തെറ്റുമാണ്. ഓക്കെ, ഓപ്ഷൻ A ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
തൃശ്ശൂരിൽ വെച്ചു ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എ ശരിയാണ്, ബി ശരിയല്ല. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത്, ഇനി ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? അല്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? അല്ല. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർസിനെ മൂന്നായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ് അത്? സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പരിപാലിക്കാനും സഹായിക്കുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാംസിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നു. ഇനി എക്സൽ 2010 കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് എക്സലിലെ എറേഴ്സ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കാം നിങ്ങൾക്ക്. ഇതിൽ നോക്കുക നിങ്ങൾ. ഇതിൽ നമ്മുടെ നെയിം എന്ന് പറയുന്ന ഒരു എററുണ്ട്. ഇതുണ്ടാകുന്ന എപ്പോഴാണ്? ഇൻവാലിഡ് റെഫറൻസ്, സെൽ റെഫറൻസ് വരുമ്പോഴാണ് ഈ ഒരു എറർ നമുക്ക് കാണിക്കുന്നത്. അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം എന്താണ്? നെയിം. ബാക്കി എല്ലാം എന്താണ്? ഓരോ എറേഴ്സാണ്. എക്സലിൽ കാണിക്കുന്ന ഓരോ എറേഴ്സാണ്. അതിൽ ഈ സെൽ റെഫറൻസ് തെറ്റുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വരുന്ന എററാണ് ഇത് ഹാഷ് നെയിം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എക്സലിൽ വരുന്ന എറേഴ്സ്, നമുക്ക് തന്നിട്ടുള്ള എറേഴ്സ്. അതുകൂടാതെ കുറച്ചും കൂടി ഉണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ നെയിം, നള്ള്, ഹാഷ് അതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെയിമാണ് എന്ത്? സെൽ റെഫറൻസിൽ തെറ്റുണ്ടാവുമ്പോൾ വരുന്ന എറർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? മലപ്പുറം. ആദ്യത്തെ IT പാർക്ക്, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? നമ്മുടെ ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏതാണ്? വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്തു മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുവാനോ ഉള്ള അധികാരം. അത് മാത്രമാണ് തന്നിരിക്കുന്നതിൽ വിവരാവകാശ നിയമം അനുസരിച്ച് വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. ബാക്കിയൊന്നും ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെട്ടതല്ല. 34th ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ ശരിയല്ലാത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇതാണ് തെറ്റായിട്ട് വരുന്നത്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരിക്കലും എന്താവാൻ പറ്റത്തില്ല, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി 2010 ഈ പോക്സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനകത്ത് ശരി ഉത്തരം ഇല്ല. നിങ്ങൾ നോക്കുക, 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമണത്തിൻ്റെ പരിധിയിൽ വരുന്നത്? നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മുടെ പോക്സോ നിയമം 2012 പോക്സോ നിയമം അനുസരിച്ച് 2 തരത്തിൽ പറയുന്നുണ്ട്. സെക്ഷൻ 7-8 ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പോക്സോ നിയമം, സെക്ഷൻ 7 and 8. അതുപോലെ തന്നെ സെക്ഷൻ 11 and 12 സെക്ഷുവൽ ഹറാസ്മെൻറ്റ് അഥവാ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്നവയിൽ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക അതിക്രമത്തിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ടച്ച് വരുന്നുണ്ട്. ടച്ച് വരുന്ന രീതിയിലുള്ള എന്താ പറയുക, ഇതിനെയാണ് നമ്മൾ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒന്നും നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് മുഴുവനും എന്താണ്? സെക്ഷൻ 11-12 പറഞ്ഞിരിക്കുന്ന സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇത് മിക്കവാറും ക്യാൻസൽ ചെയ്യാനുള്ളൊരു ചോദ്യമാണ്. ഓക്കെ,
അടുത്ത നോക്കാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിനെ താഴെ പറയുന്ന എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ധനാശ്വാസ ഉത്തരവാണ് കേട്ടോ. ധനാശ്വാസ ഉത്തരവ്. 37ാമത്തെ ചോദ്യം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മേൽ പറഞ്ഞവയെല്ലാമാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഓക്കെ. ഇനി മാത്സിൽ നിന്നുള്ള ചോദ്യമാണ്. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? 9 ശരി ഉത്തരം. ഇനി 40ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 41ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 42ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ബോയ്. 43 ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യം. അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്കു ദിശയിലേക്ക് സെറ്റ് ചെയ്തു. സാധാരണഗതിയിൽ നമ്മൾ ക്ലോക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ 12ഉം ഇവിടെ 6ഉം അല്ലേ വരിക. പക്ഷേ ഇയാൾ സെറ്റ് ചെയ്ത എങ്ങനെയാണ്? 6 മണി വടക്ക് ദിശയിലോട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ 6 ഇവിടെയാണ് വരിക. ഓക്കെ. അങ്ങനെയെങ്കിൽ 9:15 ആ ക്ലോക്കിൽ മിനിറ്റ് സൂചിയുടെ ദിശ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 ഇവിടെ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് എന്താണ്? 3 എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. ഓക്കെ. 9 ഇവിടെയാണ് വരിക. അപ്പോൾ 9:15 എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി എവിടോട്ടാണ് വരിക? പടിഞ്ഞാറോട്ടാണ് വരിക. ഓക്കെ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 5 ഓപ്ഷൻ ബി. 46 ഓപ്ഷൻ എ. 45 ഓപ്ഷൻ സി. 48 ഓപ്ഷൻ എ. ഇനി ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവ്രി സൺഡേ. ഗോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ വരിക? ഡു ആണോ ഡസ് ആണ് വരിക? ഡു ആണ് വരിക അല്ലേ? അപ്പോൾ പിന്നെ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തത് കൊണ്ട് ഡോണ്ട് എന്ന് വരും. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് സയൻസ് ഫിക്ഷൻസ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years. ഫോർ ദ ലാസ്റ്റ് 10 years ആണ്. ഐ ഹാവ് ബീൻ നമുക്ക് 2 സംശയം വരാം. സിൻസ് വരാം, അല്ലെങ്കിൽ 4 വരാം. അങ്ങനെ ഒരു സംശയം നമുക്ക് വരും. സിൻസ് വരണമെങ്കിൽ ഒരു പ്രത്യേകിച്ച് നമ്മളിപ്പം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫ്രം അല്ലെങ്കിൽ സിൻസ് 2002 ഫ്രം അല്ല സോറി സിൻസ് 2002 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു പീരീഡ് ലാസ്റ്റ് 10 years ഇത്രയും വർഷങ്ങളായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? 4 ആണ് പറയേണ്ടത്, സിൻസ് അല്ല കേട്ടോ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. കാരണം ഇവിടെ എന്താണ്? V1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വെബ് യൂസ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തത്. വൺ ഓഫ് ദ ബോയ്സ് എന്താണ് വരിക? ഈസ് ആണോ ആറാണോ വരിക? വൺ ഓഫ് വന്നാൽ തന്നെ നമ്മൾ എന്താണ്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആണ് വരിക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. വൺ ഓഫ് ദ ബോയ്സ്, ആൺകുട്ടികളിൽ ഒരാൾ അല്ലേ? അപ്പോൾ സിംഗുലർ അല്ല, അപ്പോൾ ഈസ് അല്ലേ വരേണ്ടത് അല്ലേ? അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ. ഇനി ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ഇനി ആൻറ്റോണിം ഫോർ അമച്വർ ഈസ്. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരാളെയാണ് എന്താണ് നമ്മൾ പറയുക? അമച്വർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൊഫഷണൽ. ഹി ഹാസ് ബീൻ എലക്റ്റഡ് ടു ദ കൗൺസിൽ. സമിതി എന്നുള്ള അർത്ഥം വരുന്ന കൗൺസിൽ COUNCIL. ദ സിനോണിം ഫോർ അമിയബിൾ എന്താണ്? ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. ഫ്രണ്ട്ലി. 59ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ അപരാധിയും ശരിയാണ്, അതിഥിയും ശരിയാണ്. അശേഷം ശരിയല്ല. അശേഷം അതായത് എന്താ പറയുക? ഒട്ടും അശേഷം ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിയില്ല എന്ന് നമ്മൾ പറയില്ല. അതിന് 2 ഷ വേണ്ട, 1 ഷ മതി. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. അനുഗ്രഹം അതുപോലെ തന്നെ അത് തെറ്റാണ്. അനുഗ്രഹത്തിന് ഈ ഗ്രായാണ് വരിക. അനുഗ്രഹീതനാണ് എന്ത് വരിക? ഈ ഗൃ എന്നുള്ളത് വരിക. ഓക്കെ. അനുഗ്രഹമാണെങ്കിൽ ഈ ഗ്രാ വരും. അനുഗ്രഹീതനാണെങ്കിൽ ഈ രണ്ടാമത്തെ ഗൃ വരും. ഓക്കെ. ഇനി ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ജനനിയാണ്. ജനനി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ എന്നാണ് അർത്ഥം. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? നിരങ്കുശം. അങ്കുശം എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നിരങ്കുശം എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെ.
എന്നുള്ള അർത്ഥത്തിൽ. ഇനി കൺ പ്ലസ് നീർ ചേർന്നാൽ എന്താണ്? കണ്ണീരാണ് അല്ലെ. ഇതെന്ത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. ശരിയായ വാക്യം ഏതാണ്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. രാമനും കൃഷ്ണനോ, അത് തെറ്റാണ്. രാമനോ കൃഷ്ണനോ എന്നാണ് എന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓരോ ആളുകളും എന്ന് വേണ്ട, അത് റിപ്പീറ്റേഷനാണ്. മറ്റ് ഗത്യന്തരമില്ലാതെ അതും റിപ്പീറ്റേഷനാണ്. പ്രത്യുപകാരം പിരിച്ചെഴുതിയാൽ എന്ത് വരും? പ്രതി പ്ലസ് ഉപകാരമാണ് എന്ത്? പ്രത്യുപകാരം എന്ന് പറയുന്നത്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്താണ് വരിക? വിത്ത് ഗുണം 10 ഗുണം എന്നാണ് വരിക. കവി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? കവയിത്രിയാണ് കേട്ടോ, കവയിത്രി. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എന്താണ്? സലിംഗ ബഹുവചനവും ഉണ്ട്, അലിംഗ ബഹുവചനവും ഉണ്ട് അല്ലെ. അലിംഗ ബഹുവചനത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ആൺപെൺ വ്യത്യാസം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം തന്നിരിക്കുന്നവയിൽ നോക്കൂ, മക്കൾ ആൺപെൺ വ്യത്യാസം പറയാൻ പറ്റത്തില്ല, അത് അലിംഗ ബഹുവചനമാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോഴും നമുക്ക് അതിൽ ആണ് ആണോ പെണ്ണാണോ നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടും കൂടെ ചേർന്നതാണ്. തൊഴിലാളികളും അത് തന്നെ, രണ്ടും കൂടെ ചേർന്നാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് വ്യത്യാസപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. അതാണ് എന്ത് പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. പക്ഷേ സലിംഗ ബഹുവചനമാണെങ്കിൽ ആ ബഹുവചനത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റും. ഇപ്പം ആൺകുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബഹുവചനം അല്ലേ. അത് ഏത് ബഹുവചനത്തിന് ഉദാഹരണമാണ്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. കാരണം നമുക്കവിടെ ആണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ മക്കളാണെങ്കിലും ജനങ്ങളാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അത് രണ്ടും കൂടെ മിക്സ്ഡ് ആണ്, നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതാണെന്ത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്. ബൂർബൺ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ലൂയി രാജാക്കന്മാർ. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? സെർബിയയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇനി 72ാമത്തെ മാച്ച് ദ ഫോളോയിങ് എന്താണ്? ഏതാണ് വരിക? ഗദ്ദാർ പാർട്ടി ഏതാണ്? ലാല ഹർദയാൽ അല്ലേ. D2 വരുന്നത് ഏതൊക്കെയുണ്ട്? D2 വരുന്നത് B ഉണ്ട്. B മാത്രമേ ഉള്ളൂ. കാരണം ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലാണെന്ന് നമുക്ക് സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ. അപ്പോൾ ഓപ്ഷൻ B ആണ് ഉത്തരം, കാരണം വേറെ ഒന്നും വരുന്നില്ല. ഓപ്ഷൻ B ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് 73ാമത്തെ ചോദ്യം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിനു അർഹയായ കുമുദി രജനീകാന്ത് ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തമാണ് കേട്ടോ. നമ്മുടെ ഒരു മലയാളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് 2025. അതാരാണ്? നമ്മുടെ MT വാസുദേവൻ നായരാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പം 1ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരിയാണ് കേട്ടോ, നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. തുഷാരം. നാഷണൽ വാട്ടർവേ 3 എന്താണ്? കൊല്ലം കോട്ടപ്പുറം. അടുത്ത 78ാമത്തെ ചോദ്യം. അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? ചുണ്ണാമ്പുകല്ലും കൽക്കരിയും എന്തിനു ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് വരിക. ഓക്കെ, ഗ്രാനൈറ്റ് ആണെങ്കിലോ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. മാർബിൾ ആണെങ്കിലോ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. അനസാഗർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത്, ഹരിത വിപ്ലവത്തിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ശരിയല്ലേ? ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, ശരിയല്ലേ? ഭക്ഷ്യധാന ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക, ഇത് തെറ്റാണ്. അപ്പം നമ്മൾ ചോദിച്ചത് ശരിയാണ് ചോദിച്ചത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ഓപ്ഷൻ C. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പണം അടിച്ചിറക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കേന്ദ്ര ബാങ്കായ RBIയുടെ കടമയാണ്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? A. ജയതിലകാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്
തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അതുപോലെ തന്നെ ഇപ്പം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടുത്തെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ധു ആണ് കേട്ടോ. ഇത് ഓപ്പറേഷൻ സിന്ദൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തണം. ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. ഓക്കെ, 1ഉം 2ഉമാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാളല്ല, 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാളെന്ന അനുപാതമായിരുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവന 1ഉം 2ഉം മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സ്ഥാനം നിർത്തലാക്കൽ ഏതാണ്? നമുക്ക് എളുപ്പം അറിയാവുന്ന ഏതാണ്? 18 അല്ലേ? അപ്പം 3A വരുന്നത് ഏതാണെന്ന് നോക്കുക. 3A വരുന്ന, പക്ഷേ 2 ഉണ്ട്. ഓക്കെ, 3A വരുന്ന 2 പക്ഷെ അപ്പത്തേന് നമുക്ക് എന്ത് കിട്ടി? 1D ആണെന്ന് കൺഫേം ആയി. 1D ആണെന്ന് കൺഫേം ആയി. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി? 2ഉം 4ഉം മാത്രം നോക്കിയാൽ മതി. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏതാണ്? അത് ഓപ്ഷൻ B അല്ലേ വരിക? 4B അല്ലേ വരിക? ഇതിലേതായിരിക്കും ഉത്തരം? ഓപ്ഷൻ C ആണ് ഉത്തരം, B അല്ല. ഓപ്ഷൻ C ആണ് ഉത്തരം വരിക. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ്? കുറേ പേർക്ക് ഗവായി ആണെന്നറിയാം. RS ഗവായി ആണോ BR ഗവായി ആണോ എന്നാണ് നമ്മുടെ സംശയം വന്നത്. BR ഗവായി ആണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് മുൻ ഗവർണറും രാഷ്ട്രീയക്കാരനും ഒക്കെ ആയ RS ഗവായി എന്ന് പറയുന്നത്. അപ്പോൾ BR ഗവായി ആണ് 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് BR ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് കേട്ടോ. ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. 2025 മെയ് 14 മുതലാണ് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധമത സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം ആരുടെ മകനാണ്? മുൻ ഗവർണറും രാഷ്ട്രീയക്കാരനും ഒക്കെയായ RS ഗവായിയുടെ മകനാണ്. അപ്പോൾ ഈ ബുദ്ധമത സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അത് ശരിയാണ്. ഭരണഘടനയുടെ 30A പ്രകാരം നിലവിൽ സ്വത്ത് ഒരു നിയമാവകാശമാണ്. 30A അല്ല, 300A ആണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇത് വന്നത്. അത് തെറ്റാണ്. മൊറാർജി ദേശായി ആയിരുന്ന സമയത്താണ് 44ാം ഭേദഗതിയിലൂടെ 1978. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏത് മാത്രമാണ്? 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏതാണ്? ഇൻഷുറൻസ് ആണ്. കാരണം നമുക്ക് വിദ്യാഭ്യാസവും വനവും എന്താണെന്നറിയാം, കൺകറന്റ് ലിസ്റ്റാണെന്നറിയാം. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റാണെന്നറിയാം. പിന്നെ ഏതേ ഉള്ളൂ? ഇൻഷുറൻസേ ഉള്ളൂ. ഇൻഷുറൻസ് എന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. അടുത്തത് ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്. അത് ചേരുംപടി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 42 നമുക്കറിയാവേ മിനി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ 1B വരുന്ന കുറേ ഉണ്ട്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അറിയാവുന്നത് 61 നമുക്കറിയാം. എന്താണ്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. അപ്പം 2 എന്താണ്? 2D ആണ്. ഓക്കെ, 1B വരുന്നത് എത്ര എണ്ണം ഉണ്ട്? Aയും Bയും Dയും ഉണ്ട്. അതിൽ തന്നെ 2D വരുന്നത് ഏതുണ്ടെന്ന് നമുക്ക് നോക്കാം. 2D വരുന്നത് Aയും Dയും ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. 74ാം ഭേദഗതി നമുക്കറിയാം. എന്താണ്? നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ് എന്ത്? 74 എന്ന് പറയുന്നത്. അപ്പം 3A ആണ്. ഓക്കെ, 3A വരുന്നത് ഏതുണ്ട്? 3A വരുന്നത് ഓപ്ഷൻ 3A വരുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. ഓപ്ഷൻ D ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും വിഭജിച്ച് ഇത്രയേ ഉള്ളൂ. കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? A. ഷാജഹാനാണ് കേട്ടോ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. റിമൂവ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി പൂർണ്ണ സ്വരാജ് ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇനി പ്രത്യക്ഷ നികുതി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ഏതൊക്കെയാണ് പ്രത്യക്ഷ നികുതികൾ? നമുക്കറിയാം, കേന്ദ്ര ചരക്ക് സേവന നികുതി, അതായത് GSTയും ഇൻ്റഗ്രേറ്റഡ് GSTയും എന്താണ്? പരോക്ഷ നികുതിയാണ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ കോർപ്പറേറ്റ് നികുതിയും വ്യക്തിഗത ആദായ നികുതിയും മാത്രമാണ് ഇത് വരുന്നത്, പ്രത്യക്ഷ നികുതിയിൽ വരുന്നത്. 1ഉം 2ഉം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ശരിയാണ്, അതുപോലെ തന്നെ 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഓക്കെ, 3 തെറ്റാണ്, 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്തത് 99ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് യോജിക്കുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം 3ഉം ആണ്. ഇനി 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? വിക്രം മിശ്രയാണ്.